വെള്ളാർമല സ്കൂള്, പ്രദേശവാസികൾ മാത്രം പഠിച്ചിരുന്ന വെള്ളാർമല സ്കൂളിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ദയനീയമാണ്. സഹപാഠികളില്ലാതെ ഇനി ആരവിടേക്ക് പഠിക്കാത്ത? സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂര് ബിഷപ്പ് ബെസ്റ്റ് ഗോൾ കീപ്പർ. നമ്മൾ തിരഞ്ഞത് ആദ്യം നമുക്ക് ലഭിച്ചത് ഒരു പതക്കമായിരുന്നു. ഒരു പതക്കമായിരുന്നു ഇത്. ഒരു ഉപഹാരം നൽകിയത്, അല്ലെങ്കിൽ ഒരു മെഡൽ നൽകിയതാണ്. ഇതിന് ശേഷം നമ്മൾ കണ്ടതൊരു ഒരു ട്രോഫിയുടെ ഭാഗങ്ങളായിരുന്നു. അതിപ്പോൾ കൂടുതൽ ചെളിയിൽ നിന്നും പുറത്തെടുത്തപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന കുട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ ഒരു ഗോൾ കീപ്പർ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂരിലെ നടന്ന മത്സരത്തിലാവാം, അല്ലെങ്കിൽ അവിടുത്തെ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന പുരസ്കാരം നേടിയ അതിൻ്റെ ഫലകമായിരിക്കാം ഇത്. വളരെ ഭദ്രമായ ഒരു കൂടിൽ ഇട്ടിരുന്ന ഒരു സാമഗ്രിയാണ് ഈ മെഡലും. ഇതിനൊപ്പം ഈ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന പുരസ്കാരവും നേടിയ ആളാരാ? അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ യുവാവാണോ ആരാണെന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പേരടക്കമുള്ള കാര്യങ്ങളില്ല. ഈ പതക്കത്തിൽ ആദ്യം രേഖപ്പെടുത്തലുകളൊക്കെ മാഞ്ഞു തുടങ്ങിയ ഒരു ഫലകമാണ്. അതിനൊപ്പമാണിപ്പോൾ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന ഈ ഒരു എഴുത്ത് നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അത് ഒരു ഫുട്ബോൾ താരമായിരിക്കാം ഈ വീട്ടിൽ താമസിച്ചിരുന്നവരിൽ ഒരാളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ ഫലകങ്ങളും സ്മാരകങ്ങളുമെല്ലാം സമ്മാനങ്ങളുമെല്ലാം മാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഫ്രിഡ്ജാണ് ഈ വീട്ടിലെ റെഫ്രിജറേറ്റർ. ഇതിനുള്ളിൽ രാവിലത്തേക്ക് മാറ്റിവെച്ച ചോറ് വരെ ഉണ്ട്, പാലുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കരുതി വെക്കുന്ന പാതി മുറിച്ചിട്ട കപ്പ വരെയുണ്ട് ഇതിനകത്ത്. അത് ഒരു പക്ഷേ രാവിലത്തേക്ക് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. രാത്രി അത്താഴം കഴിഞ്ഞുള്ള കിടപ്പ്, അത്താഴം കഴിഞ്ഞുള്ള ഒരു ഉറക്കം, ആ ഉറക്കത്തിന് ശേഷമുള്ള ഒരു ഉണർവിൽ ഇതെല്ലാം ഈ വീട്ടിൽ ബാക്കിയായിരിക്കുന്നു. ബെസ്റ്റ് ഗോൾ കീപ്പറായ ഒരു ഫുട്ബോൾ താരത്തിന്റെ വീടാണ്. ആ വീട്ടിൽ ലഭിച്ച പതക്കങ്ങളായിരിക്കാം ഈ വശത്ത് നമുക്ക് കാണുന്നത്. പക്ഷേ എല്ലാം വെറും അവശേഷിപ്പുകളായി മാറിയിരിക്കുന്നു. എല്ലാ പതക്കങ്ങളും മണ്ണിനുള്ളിൽ പുതഞ്ഞുപോയ ചില സാമഗ്രികളായി മാറിയിരിക്കുന്നു. മണ്ണ് മറച്ച് കളഞ്ഞ, അല്ലെങ്കിൽ മണ്ണിനാൽ നശിപ്പിക്കപ്പെട്ട, ഒരു ഉരുളിനാൽ നശിച്ച ഒരു ജീവിതമായി മാറിയിരിക്കുന്നു. ഈ വീടിനകത്തേക്ക് നോക്കിയാലും നമുക്ക് കാണാം ആ വീടിൻ്റെ സ്വീകരണ മുറിയായിരിക്കാം നമുക്ക് മുന്നിലുള്ളത്. അതിനുള്ളിലെ ഷോക്കേസിലും
എന്തൊക്കെയോ ചില സാമഗ്രികളുണ്ട്. ഒരുപക്ഷെ ഈ വീട്ടിലെ കുട്ടി കായിക പ്രതിഭയായ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്ന പുരസ്കാരങ്ങളാവാം അതിനുള്ളിലും. പക്ഷേ ഇതെല്ലാം അനാഥമായി മാറിയിരിക്കുന്നു. ആ വീടിനുള്ളിൽ ആ വീടോളം പൊക്കത്തിൽ മണ്ണ് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്, വലിയ ചെളി നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. താരതമ്യേന ഭേദപ്പെട്ട ഒരു വീടായിരുന്നു അത്. പക്ഷേ ആ വീട്ടിനുള്ളിൽ ഒന്നും അവശേഷിക്കാത്ത സാഹചര്യം. ഒരു പേഴ്സ്, അതും ഈ ദുരന്ത ഭൂമിയിൽ നിന്നും നമ്മൾ അടുത്തത് ലഭിച്ചിരിക്കുന്ന ഒരു പേഴ്സാണ്. ഒരുപക്ഷെ അതിനുള്ളിൽ ആളുകളുടെ പേര് വിവരങ്ങളും കാണാം എന്ന് വിചാരിക്കുന്നു. ഈ ഇത്തരം ഒരു മണി പേഴ്സ്, ഇതൊക്കെ ഈ ഭൂമിയിൽ അനാഥമായി മാറിയ സാധനങ്ങളാണ്. ഒരുപക്ഷെ ഇതിനകത്ത് തിരിച്ചറിയൽ കാർഡ് പോലുള്ള എന്തെങ്കിലും രേഖകളുണ്ടാവാം. അതിൽ നിന്നും ആളുകളെ തിരിച്ചറിയാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആരുടെ വീടായിരുന്നു ഇതൊന്നൊരു പക്ഷേ മനസ്സിലാക്കാൻ ഷംസുദ്ദീൻ എ എന്നയാളുടെ പേരാണ്. DM വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, അവിടുത്തെ ആശുപത്രിയിലെ ചില രേഖകളാണ്. മറ്റ് ബാങ്ക് രേഖകൾ, അങ്ങനെയുള്ള ചില സാമഗ്രികളും ഇതിനകത്തുണ്ട്. എന്തായാലും ഈ വീട്ടിലെ ആളുടെ പേര് ഷംസുദ്ദീൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം ചില രേഖകൾ ഒക്കെ ഉണ്ട്. അതും ഈ ബാങ്കുമായി ബന്ധപ്പെട്ടതും സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ രേഖയിലും ആശുപത്രി രേഖകളിൽ നിന്നും ഷംസുദ്ദീൻ എന്ന ആളുടെ വീടാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതെല്ലാം ബാങ്കുകളുമായി ബന്ധപ്പെട്ട പണമടച്ച രസീതുകളും മറ്റുമാണ്. അതിൽ ഈ ഷംസുദ്ദീനാണ് ഈ വീട്ടിലുണ്ടായിരുന്ന ആൾ. ഈ വീട്ടിന്റെ ഉടമ ഷംസുദ്ദീൻ എന്ന ആളാണ് എന്ന് നമുക്ക് പറയാം. ഭദ്രമായി സൂക്ഷിച്ച പേഴ്സാണ്. ആ പേഴ്സ് നമുക്ക് അതുപോലെ തന്നെ സൂക്ഷിക്കാം. ആ ദുരന്ത സ്ഥലത്ത് നിന്നും ലഭിക്കുന്ന സാധന സാമഗ്രികൾ ഇത്തരത്തിലാണ്. ഈ വളരെ കരുതലോടുകൂടി ഒരു ഫോട്ടോ, ഒരു കുട്ടിയുടെ ഫോട്ടോയാണ് നമുക്ക് ഈ ഒരു കുട്ടിയുടെ തന്നെ 3 തരത്തിലുള്ള കാഴ്ചകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഷംസുദ്ദീന്റെ മകൻ ആയിരിക്കാം ഇദ്ദേഹം, ഈ കുട്ടി. ഈ കുട്ടിയുടെ ആദ്യ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ് ഇതെന്നാണ് നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീടുള്ള 2 ചിത്രങ്ങളും ഇത് തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഏതാണ്ട് ഉത്തരമാവുകയാണ്. ഈ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഉഴവൂരിൽ നടന്ന മത്സരത്തിൽ ബെസ്റ്റ് ഗോൾ കീപ്പറായി പുരസ്കാരം കിട്ടിയ ഈ കുട്ടിയായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ഷംസുദ്ദീന്റെ മകനായ താരമായ ഒരു കുട്ടി, ഈ കുട്ടിയാണെന്ന് നമുക്ക് കരുതാം. ഈ പേഴ്സിലെ ആ പേരിൽ നിന്നാണ് നമ്മൾ ഷംസുദ്ദീൻ എന്ന ആളുടെ പേരിലേക്ക് എത്തപ്പെട്ടത്. ഈ ഷംസുദ്ദീന്റെ രേഖകളാണ് ഈ പേഴ്സിൽ ഉള്ളത്. അവിടെ നിന്ന് നമുക്ക് ഷംസുദ്ദീന്റെ വീടാണ് ഈ തകർന്നതെന്ന് ഏതാണ്ട് മനസ്സിലാവുന്നു. ഷംസുദ്ദീന്റെ വീട്ടിലെ പേഴ്സിൽ നിന്ന് ലഭിച്ച ഫോട്ടോകളാണ് ഈ 3 ചിത്രങ്ങളുണ്ട്. ഇതിൽ ഒരു ചിത്രം കുറച്ച് ചെറുതായ ഒരു കുട്ടിയാണ്. പിന്നീട് 2 തരത്തിലുള്ള ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളിൽ നിന്നാണ് നമുക്ക് ഒരു വീടാണ് ഇത് എന്നും ആ കുട്ടി ബെസ്റ്റ് ഗോൾ കീപ്പർ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്ന പുരസ്കാരങ്ങൾ കിട്ടിയിരിക്കുന്ന ആ ഫലകങ്ങൾ ലഭിക്കുന്ന ഇത്തരത്തിൽ ഏറെ വൈകാരികമായ ഒരു സാഹചര്യത്തിൽ കരുതിവെച്ച ഭക്ഷണം പോലും കഴിക്കുന്നതിനുള്ള പുലരാനുള്ള കാത്തിരിക്കാൻ കഴിയാത്ത ഇടത്തേക്ക് എന്തായാലും രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഇവിടേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങളുമായി വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതും അത് തന്നെയാണ്. കേവലം കൈകൊണ്ടുള്ള തെരച്ചിൽ കൊണ്ട് ഇവിടുന്ന് ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ വന്നിരിക്കുന്നു. അവർ മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ നടത്തുമ്പോൾ ഈ വീടിനുള്ളിലും പുറത്തുമൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. നമുക്കെന്തായാലും ഈ ഷംസുദ്ദീന്റെ മകനെ അന്വേഷിക്കാം. ഇനി റിലീഫ് ക്യാമ്പുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലോ എവിടെയെങ്കിലും ഈ കുട്ടിയുണ്ടോ എന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കാം. ഒരു കൊച്ചു കുട്ടി, അവൻ ഈ ബെസ്റ്റ് ഗോൾ കീപ്പറായി പുരസ്കാരം കിട്ടിയ ബിഷപ്പ് കുര്യാളഞ്ചേരി മെമ്മോറിയൽ കോളേജിൽ നടന്ന മത്സരത്തിൽ, സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂരിലെ നടന്ന മത്സരത്തിൽ സമ്മാനം കിട്ടിയ ആ കുട്ടിയെ നമുക്ക് തെരഞ്ഞു പോകാം. എന്തായാലും ആ കുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തകർ കൊണ്ടുപോയോ എന്ന് നമുക്കിപ്പോഴും അവ്യക്തമാണ്. ഷംസുദ്ദീൻ എന്നയാളുടെ വീടാണ് ഇതെന്ന് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട്. വീട്ടിനുള്ളിൽ ഒന്നുമില്ല, ഈ മണ്ണ് മാത്രമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയിരിക്കുന്നു. അവർ ഈ മണ്ണുകൾ മാറ്റിയുള്ള
പരിശോധന നടത്തുന്നു. എന്തായാലും നമുക്ക് അവിടെ നിന്നും അടുത്ത ഇടത്തേക്ക് രക്ഷാ ദൗത്യം നടക്കുന്ന ഇടത്തേക്ക് പോകാം. രക്ഷാപ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, ഒരു പെട്ടി നമുക്ക് ഇവിടെ നിന്നും, ഇതും ഒരു സർട്ടിഫിക്കറ്റാണ്. കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥലത്തെ പേര് നമുക്ക് അവിടെ നിന്ന് ഒരു പക്ഷേ വിപിൻ കെ എന്ന ഒരു പേരാണ് ലഭിക്കുന്നത്. ഇലക്ട്രിക്കൽ 2 എന്ന, അത് നേച്ചർ ക്ലബ്ബ്, ഈ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിച്ചിരുന്ന നേച്ചർ ക്ലബ്ബിലെ അംഗമായ വിപിൻ എ എന്ന ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. കുറച്ച് പഴക്കമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അതായത് 11/8/2004 സർട്ടിഫിക്കറ്റാണ്. 20 വർഷം മുമ്പുള്ള നേച്ചർ ക്ലബ്ബ് അംഗമായ വിപിൻ എ എന്ന കുട്ടിയുടെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ചില കടലാസ് കഷ്ണങ്ങളും നോട്ടുകളുമൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും.